പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനമായ ഫ്രോങ്സ് ആണ് CNG നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. 1.2 ലിറ്റർ എഞ്ചിനിൽ വരുന്ന ഈ വാഹനം 4 സിലിണ്ടർ 8 ഇഞ്ചക്ടർ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റാഗ് എന്നുള്ള ബ്രാൻഡാണ്. മെയ്ഡ് ഇൻ പോളണ്ട് ആണ് വരുന്നത്. 2 കൊല്ലത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഈവൻ നട്ട് ബോൾട്ടിന് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമ്മളത് മാറ്റി കൊടുക്കുന്നതാണ്. വണ്ടി പിക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. കസ്റ്റമർക്ക് നമ്മൾ ഓൺ സൈറ്റിലാണ് സർവീസ് കൊടുക്കുന്നത്. പുറത്തേക്ക് കൂടുതൽ കോമ്പണൻസ് ഒന്നും കാണാത്ത രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ വണ്ടി പെട്രോളിൽ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടി പെട്രോളാണ്. വണ്ടി പെട്രോളാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് പെട്രോളിന്റെ ഒരു പെർഫോമൻസ് വരുന്നത്. ഇനി നമുക്ക് CNG ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വണ്ടി CNG നമുക്ക് CNG നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് CNG ആണോ പെട്രോൾ ആണെന്നോ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ ആവുന്നത്. അപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു, നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കസ്റ്റമർക്ക് നമ്മളിത് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും. നമ്മൾ ഓൺ സൈറ്റിലാണ് സർവീസ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വണ്ടി ഇത് നമ്മൾ അവിടെ പോയിട്ട് കസ്റ്റമറുടെ സ്ഥലത്ത് പോയിട്ട് എടുത്തു കൊടുക്കുന്നതാണ്. ഇത് തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പുതുതായിട്ടൊരു വണ്ടി നമ്മൾ CNG കൺവേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1500 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു സർവീസ് നമുക്കതിൽ കൊടുക്കണം. അപ്പോൾ ഈ സർവീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഈ 1500 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഇതിൻ്റെ നട്ട് ബോൾട്ടുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും പെർഫോമൻസ് പരമായിട്ട് എന്തെങ്കിലും ലാഗോ കാര്യങ്ങളുണ്ടെങ്കിൽ മാപ്പിൽ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മളത് കസ്റ്റമറുടെ അടുത്ത് 1500 കിലോമീറ്റർ ആകുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വിളിക്കാൻ വേണ്ടി പറയും. അവിടെ പോയിട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡെലിവറി കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് CNG പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വാഹനത്തിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.